ആരാ കംപ്ലൈന്റ് തന്നത്? എന്താ കംപ്ലൈന്റ്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മിസ്റ്റർ രാജുവിനെ നിങ്ങൾ കസ്റ്റഡിയിലെടുത്തത്? സർ, കംപ്ലൈന്റ് എന്നത് സാറിന്റെ അനന്തരവൻ ദീപക്കാണ് സർ. സാറിന് വധശ്രമം ഉണ്ടായിന്നാണ് കംപ്ലൈന്റ്. രാജുവിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടി സാറിനെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് ദീപക് പറഞ്ഞത്. പറഞ്ഞെന്നാ? അല്ല സർ, കംപ്ലൈന്റ് എന്നപ്പോ പറഞ്ഞതാണ്. എന്നിട്ടാ കംപ്ലൈന്റിലൂടെ ദിവ്യ, സർ. ഇതാണോ കംപ്ലൈന്റ്? ഞാൻ വായിക്കാം. എന്റെ അമ്മാവനും വിദ്യാഭ്യാസ മന്ത്രിയായ പ്രതാപവർമ്മയെ തന്നെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതിന്റെ പ്രതികാരത്തിൽ രാജു എന്നയാൾ കൊല്ലാൻ ശ്രമിച്ചു. ആയതിനാൽ അയാളെ അറസ്റ്റ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് ദീപക്. ഇങ്ങനെയാണോ ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നത്? അതുമാത്രമല്ല, ഫ്രം എഴുതിയിട്ട് പേര് മാത്രം വച്ചിരിക്കുന്നു. അഡ്രസ്സും ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല. താനിത് വായിച്ചു നോക്കിയിട്ടാണോ ആക്ഷൻ എടുത്തത്? അല്ല സർ. പിന്നെ ദീപക് പറഞ്ഞു. കൊള്ളാം. പരാതി സ്വീകരിച്ചതായി ബുക്കി കാണിച്ചോ? യെസ് സർ. താനൊക്കെ പഠിച്ചിട്ടാണോ ഈ ജോലിക്ക് വന്നിരിക്കുന്നത്? എന്തായാലും ഒരു ലീഗൽ പ്രൊസീജിയറിന് റെഡി ആയിക്കോ. സർ പ്ലീസ്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ദീപകെ, എന്ത് അടിസ്ഥാനത്തിലാണ് നീ ഇങ്ങനെ ഒരു പരാതി കൊടുത്തത്? അമ്മ, വെറും പരാതിയല്ല. കോൾ മീ സർ. ഇത് വീടല്ല. സോറി സർ, എന്റെ കയ്യിൽ തെളിവുണ്ടായിട്ടാണ് ഞാൻ പരാതി കൊടുത്തത്. എന്ത് തെളിവ്? എനിക്ക് ആ വീഡിയോ ഒന്ന് കാണണം. ഇത് ചതിയാ. അച്ഛനെ കാണാൻ എനിക്ക് രാജു കൂട്ടുവന്നതാ. എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്ക രാജു. അല്ലാതെ അച്ഛനെ കൊല്ലാൻ വന്നതൊന്നും അല്ല. അച്ഛൻ സുഖമില്ലാതെ ഹോസ്പിറ്റലിലായപ്പോ ഞാൻ കാണാൻ വന്നിട്ടും എനിക്ക് കാണാൻ പറ്റിയില്ല. അങ്ങനെ എനിക്ക് തിരിച്ചു വരേണ്ടി വന്നു. അച്ഛനെ കാണാൻ കഴിയാതെ ഞാൻ വിഷമിച്ചിരുന്നപ്പോ രാജു എന്നോട് പറഞ്ഞത് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോവാന്ന്. എന്നിട്ട് രാജു എന്നെ വീട്ടിൽ കയറ്റി വിട്ടിട്ട് പുറത്ത് വെയിറ്റ് ചെയ്ത് നിന്നതാ അത്. രാധമ്മേ, ഞാൻ ഇവരോട് സംസാരിക്കാം. ചേച്ചി, നിങ്ങൾ പറയുന്നത് രാജുവിന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയാം. നിങ്ങൾ സഹോദരിമാർക്ക് രാജുവിനെ ഈ അവസ്ഥയിൽ കാണുമ്പോ എന്തുമാത്രം വിഷമം ഉണ്ടാവുമെന്നും എനിക്ക് മനസ്സിലാവും. നിങ്ങൾ പറഞ്ഞത് ശരിയാ. അച്ഛൻ എന്റെ വിവാഹം ധൃതി പിടിച്ച് നടത്താൻ നോക്കിയപ്പോ ആദ്യം ഞാൻ എതിർത്തെങ്കിലും പിന്നീട് എന്റെ ആഗ്രഹത്തിന് ഒരു ജീവിതം ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കി അച്ഛന്റെ തീരുമാനം നടക്കട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു. ദീപകിനെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഞാൻ ആ വിവാഹത്തിന് സമ്മതം മൂളി. പക്ഷെ അവൻ ഞാൻ വിചാരിച്ചതിലും വലിയ ഫ്രോഡായിരുന്നു. നിങ്ങൾക്കറിയാമോ, വീട്ടിലെ സെർവന്റ് ദിവ്യ ഗർഭിണിയാ. അവനാണ് ദിവ്യയുടെ വയറ്റിൽ വളരുന്ന കുട്ടിയുടെ അച്ഛൻ. ആ സത്യം അറിഞ്ഞിട്ടും അവന്റെ കൂടെ ഞാൻ ജീവിക്കണമായിരുന്നു. എന്റെ വീട്ടിൽ നടക്കുന്ന ഞാൻ അറിയാത്ത പല കാര്യങ്ങളും കത്തിലൂടെ ആരോ ഒരാൾ എന്നെ അറിയിച്ചപ്പോ ദീപക്കുമായുള്ള വിവാഹം ഞാൻ വേണ്ടെന്ന് തീരുമാനിച്ചു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പൊയ്ക്കോളാം.
നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ മാഡത്തിനും അതേ സ്നേഹം നൽകണം. ഋതിക മാഡം എന്റെ ജീവിതത്തിൽ വന്നതുകൊണ്ട് എനിക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും അത് നേരിടാൻ ഞാൻ ബാധ്യസ്ഥനാ. നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നുള്ള ഭയമാണെങ്കിൽ ഞാൻ മാഡവുമായി വേറൊരു വീട് വാടകയ്ക്കെടുത്ത് മാറിക്കൊള്ളാം. അയ്യോ രാജു, നീ എന്താ ഈ പറയുന്നേ? സമാധാനമായോ രണ്ടിനും? എന്റെ കുഞ്ഞിന്റെ മനസ്സ് വിഷമിപ്പിക്കാതെ പോകുന്നുണ്ടോ ഇവിടുന്ന്? രാജു, നീ ഇതെന്തൊക്കെയാടാ പറഞ്ഞത്? മോളവര് പറഞ്ഞതൊന്നും കാര്യാക്കണ്ട. വേണോട്ടിനിങ്ങ് വരട്ടെ, രണ്ടിനും കണക്കിന് കൊടുക്കുന്നുണ്ട് ഞാൻ. അയ്യോ രാധമ്മ, വേണ്ട. വേണു അങ്കിളിനോട് പറഞ്ഞു ഇനി അവരെ വഴക്കൊന്നും പറയിപ്പിക്കണ്ട. അതെ, അമ്മ ചെന്ന് എനിക്ക് കുളിക്കാൻ ചൂടുവെള്ളം റെഡിയാക്കാം. ശരി മോനെ.